ഇന്ത്യയിലെ നോട്ട് നിരോധനത്തിന് ശേഷം പാകിസ്ഥാന്റെ ഫോറക്സ് റിസർവിൽ വന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോട്ട് നിരോധനം നടന്ന് 2018 പാകിസ്ഥാൻ തകർന്നതും അതേ 2018 തന്നെയാണ്. അതെ, നോട്ട് നിരോധനം മുതൽ അവരുടെ സമ്പദ് വ്യവസ്ഥ തകരാൻ തുടങ്ങി. ഇതിനുശേഷം ഇന്ത്യയിൽ ഉണ്ടാവുന്ന സ്ഫോടനങ്ങൾ, പ്രത്യേകിച്ചും കാശ്മീർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കലാപങ്ങളെല്ലാം തന്നെ സ്ലോ ഡൗൺ ആയി. ഒപ്പം ഡിജിറ്റൽ ഇന്ത്യ വഴി UPI പേയ്മെന്റ് കൂടി ഗവൺമെന്റ് തലത്തിൽ പുഷ് ചെയ്തു തുടങ്ങിയപ്പോൾ ഇതിൽ വലിയ ഷിഫ്റ്റ് വരികയും ചെയ്തു. ഈ പ്രധാന കാരണങ്ങൾ ഒന്നും മനസ്സിലാക്കാതെയാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എല്ലാ വർഷവും നവംബർ 8 ആളുകൾ ക്യൂ നിന്നതിന്റെ ദുരിതം പറച്ചിലുമായി എത്തുന്നത്. സമ്പദ് വ്യവസ്ഥ വഴി ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് നോട്ട് നിരോധനം. അത് കൊള്ളേണ്ടടുത്ത് കൃത്യമായി കൊണ്ടിട്ടുണ്ട്. ഇനി അല്പം ചരിത്രം പറയാം. ഗവൺമെന്റ് രേഖകൾ പ്രകാരം ഏകദേശം 2010 മാത്രം 3200 കോടിയുടെ വ്യാജ കറൻസിയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 1000-4 നോട്ടുകൾ വ്യാജമാണ് എന്ന RBIയുടെ വാദം 2010 വന്നുവെങ്കിലും എത്രത്തോളം വ്യാജ കറൻസികളാണ് സർക്കുലേറ്റ് ചെയ്തത് എന്ന് കൃത്യമായി അവർക്കും അറിയില്ലായിരുന്നു. 2010 ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ പ്രവർത്തിച്ചിരുന്ന 70ഓളം ബാങ്കുകളിൽ വ്യാജ കറൻസിയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെയാണ് നോട്ട് നിരോധനത്തിന്റെ കഥ ആരംഭിക്കുന്നത്. അന്വേഷണം ആരംഭിച്ച CBI കണ്ടെത്തിയത് അതിലും ഞെട്ടിക്കുന്ന വസ്തുതയായിരുന്നു. ഈ നോട്ടുകളെല്ലാം തന്നെയും ഈ ബാങ്കുകൾക്ക് കിട്ടിയത് RBIയിൽ നിന്ന് തന്നെയായിരുന്നു. RBI വോൾട്ടുകൾ പരിശോധിച്ച CBI പാകിസ്ഥാൻ വൻതോതിൽ സ്മഗിൾ ചെയ്ത് എത്തിച്ചേരുന്ന വ്യാജ കറൻസികളാണത് എന്ന് ശരിവെക്കുകയും അതിനെതിരെ അന്വേഷണവും ആരംഭിച്ചു. കിട്ടിയ നോട്ടുകളെല്ലാം തന്നെയും വ്യാജ കറൻസിയായി തിരിച്ചറിയുന്നതിന് നന്നേ പാടുപെട്ടിരുന്നു എന്ന് മാത്രമല്ല, കൃത്യമായി ഒരു സാധാരണ NXSന് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള കള്ളനോട്ടുകളായിരുന്നു അവ. എങ്ങനെയാണ് ഇത്ര സാമ്യതയോടെ ഇത് ചെയ്യാൻ കഴിഞ്ഞത് എന്ന അന്വേഷണം CBI ആരംഭിക്കുന്നു. അങ്ങനെയാണ് ഡീല റ്യൂ എന്ന ബ്രിട്ടീഷ് കമ്പനിയിലേക്ക് അന്വേഷണം എത്തുന്നത്. 1990കൾ മുതൽ ഇന്ത്യൻ കറൻസി പ്രിന്റ് ചെയ്യാൻ നൽകുന്ന 3 കമ്പനികളിൽ ഒന്നായിരുന്നു ഇവർ. 2004 ചിദംബരം സാമ്പത്തിക മന്ത്രിയായിരിക്കെ സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മൈനിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വഴി ഈ കമ്പനിയിൽ നിന്നും സെക്യൂരിറ്റി പ്രിന്റിംഗ് പേപ്പർ അഥവാ SPP വാങ്ങാൻ തീരുമാനിച്ചിരുന്നു. ഇനിയാണ് ട്വിസ്റ്റ്. ഇതേ ബ്രിട്ടീഷ് കമ്പനി വഴി തന്നെയായിരുന്നു പാകിസ്ഥാനും പേപ്പർ വാങ്ങിയിരുന്നത്. പാകിസ്ഥാൻ ഈ പഴുതുപയോഗിച്ച് വ്യാജ കറൻസികൾ അടിച്ചിറക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അത്രത്തോളം പെർഫെക്റ്റ് ആയ ക്രൈം ആയതുകൊണ്ട് തന്നെ നോട്ടിലെ വ്യത്യാസം തിരിച്ചറിയാൻ ഏതാണ്ട് അസാധ്യമായിരുന്നു. ഇതിന്റെ നേട്ടം പാകിസ്ഥാന്റെ ഇക്കോണമിയിലും പ്രതിഫലിച്ചു. അവർക്ക് സാമ്പത്തികപരമായി നേട്ടമുണ്ടായി. 2010 പ്രണബ് മുഖർജി സാമ്പത്തിക മന്ത്രിയായതിനു ശേഷം ഈ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരുന്നു. എന്നിട്ടും നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് തന്നെ സെക്യൂരിറ്റി പ്രിന്റിംഗ് പേപ്പർ വാങ്ങിയിരുന്നു. ചിദംബരം വീണ്ടും ധനകാര്യമന്ത്രിയായപ്പോൾ ഇവർക്ക് 2013 3 വർഷത്തേക്ക് കൂടി സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ലാതെ കരാർ നീട്ടി നൽകിയെന്ന ആരോപണത്തിന്റെ പേരിൽ അന്നത്തെ ധനകാര്യ സെക്രട്ടറി അരവിന്ദ് മായാറാമിനെ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം CBI റെയ്ഡ് ചെയ്തിരുന്നു. 2016 മോദി നോട്ട് നിരോധനം കൊണ്ടുവന്നതിന് ശേഷമാണ് ഇവരുമായുള്ള കരാർ നമ്മൾ പൂർണ്ണമായും നിർത്തലാക്കിയത്. മറ്റൊരു പേരിൽ അവർ കമ്പനി തുടങ്ങിയെങ്കിലും അതിനുശേഷം അവർക്ക് കരാർ കൊടുത്തില്ലെന്ന് മാത്രമല്ല, RBIയോട് മഷി സ്വന്തമായി ഇന്ത്യയിൽ പ്രിന്റ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കാനും നിർദ്ദേശം നൽകി. ഹൈദരാബാദിലെ ഇന്ത്യയിലെ കറൻസി നോട്ടുകൾ പ്രിന്റ് ചെയ്യുന്നതിനുള്ള പേപ്പർ ഉണ്ടാക്കുന്ന ഏക പ്ലാന്റിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 12,000 മെട്രിക് ടണ്ണാക്കി ഉയർത്തിയതും നരേന്ദ്രമോദി സർക്കാരാണ്. ഇവിടെ നിന്ന് വിഷയം ഇന്ത്യയിൽ ഒതുങ്ങുന്നില്ല. നോട്ട് നിരോധന ശേഷം പാകിസ്ഥാന്റെ ഫോറക്സ് റിസർവിൽ ഉണ്ടായ ഇടിവ്, IMF വായ്പകളിലേക്കുള്ള ആശ്രിതത്വം, രൂപയുടെ മൂല്യത്തകർച്ച, വിലക്കയറ്റം, ഡോളർ ക്ഷാമം ഇവയെല്ലാം തന്നെയും ഒരേ കാലഘട്ടത്തിൽ കൂട്ടമായി പ്രത്യക്ഷപ്പെടുന്നു. ഇന്ത്യയിൽ വ്യാജ കറൻസി പ്രവാഹം തടഞ്ഞതോടെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന അനധികൃത നെറ്റ്വർക്കുകളും അതുവഴി ലഭിച്ചിരുന്ന വിദേശ നാണ്യവരവുകൾക്കും വലിയ ആഘാതം നേരിട്ടു. ഇതോടൊപ്പം ഇന്ത്യയിൽ ക്യാഷ് അധിഷ്ഠിതമായ അണ്ടർഗ്രൗണ്ട് ഇക്കോണമി ചുരുങ്ങിയതും UPI അടക്കമുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ വ്യാപകമായതും ഭീകരവാദ ഫണ്ടിംഗ് ട്രാക്ക് ചെയ്യാൻ സർക്കാർ ഏജൻസികൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കി. കാശ്മീർ കേന്ദ്രീകരിച്ചുള്ള കലാപങ്ങളുടെയും വലിയ സ്ഫോടനങ്ങളുടെയും ഫ്രീക്വൻസി പിന്നീട് കുറഞ്ഞതും വെറും സൈനിക നടപടികളാൽ മാത്രം വിശദീകരിക്കാനാവില്ല. സാമ്പത്തിക ശ്വാസം മുട്ടിയ നെറ്റ്വർക്കുകളുടെ പരാജയവും അതിന് പിന്നിലുണ്ട് എന്ന വാദം അത്ര എളുപ്പത്തിൽ തള്ളിക്കളയാൻ സാധിക്കുന്ന ഒന്നല്ല. അതിനാൽ നോട്ട് നിരോധനം ഒരു സാമ്പത്തിക തീരുമാനം എന്നതിലുപരി ഒരു ദേശീയ സുരക്ഷാ ഇടപെടലായി വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ആളുകൾ ക്യൂ നിന്ന ദുരിതം മാത്രമെടുത്ത് ഓരോ നവംബർ 8 കഥ പറയുന്നത് ചരിത്രത്തോടും സമ്പദ് വ്യവസ്ഥയോടും ചെയ്യുന്ന അനീതിയാണ്. ഇന്ത്യ തോക്കെടുത്തില്ല, ബോംബെടുത്തെറിഞ്ഞില്ല. സമ്പദ് വ്യവസ്ഥയെ ആയുധമാക്കി. അത് ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു.